പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോണത് ഒരു ആട്ടിറച്ചി ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഈ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അത് എങ്ങനെ വെക്കണം എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ചേർക്കണില്ല, മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും മൂപ്പിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് വെക്കണം, ഈസിയാണ്. സാധാരണ ആട്ടിറച്ചി എല്ലാവരും കഴിക്കില്ല, ഒരു 10-60% പേരൊക്കെ കഴിക്കില്ലെന്ന് തോന്നുന്നു. അതിന് ആട്ടിറച്ചിക്ക് ഒരു കുത്തുണ്ട്. ഈ വെപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ആട്ടിറച്ചിയുടെ ഒരു കുത്തേയില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അരിക്ക് വേഗം കിടക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് 1/2 കിലോ മട്ടനെ എടുത്തുകൊണ്ടത് അത് സാധാരണ പോലത്തെ കഷ്ണങ്ങളാക്കിയത്. ഒരു കുക്കർ എടുക്കണം, അതിലേക്ക് നമ്മുടെ ഈ ഇറച്ചിടുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, കുറഞ്ഞാലും കുഴപ്പമില്ല. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇടുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 5-6 പച്ചമുളക് അരിഞ്ഞത് കേട്ടോ. പിന്നെ ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. 2 സവാള അരിഞ്ഞത് ഇതിലിടുക. ഇത് 5-6 കതിരി വേപ്പിലയാണ്. വേപ്പില തണ്ടടക്കാണ് ഇടുന്നത് കേട്ടോ. ഇനി ഒരു വലിയ നാളികേരത്തിൻ്റെ പാല്, അത് 2ാം പാലാണ്. 1ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാല് നമുക്ക് അധികം വെള്ളം ഒഴിക്കാണ്ടാക്കിയതാക്കിയിരിക്കണം. ഒരു 1.5 ഗ്ലാസ് 1.25 ഗ്ലാസ് മതി. അത് ഇരിക്കട്ടെ ഒഴിക്കുക. ഇനി ഇത് ഇളക്കാൻ ഈ വേപ്പില ഇങ്ങനെ എടുക്കുന്ന കാരണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അത്ര വലിയ കുക്കറല്ല എൻ്റെ. ഇനി ഇത് കുക്കർ അടച്ച് 2 വിസിലടുപ്പിക്കുക. നമ്മുടെ കുക്കറിലുള്ളത് ഏകദേശം പകുതി വേവായിട്ട് കേട്ടോ. പകുതി വേവുള്ളൂ, അത്ര മതി നമുക്ക്. നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു. അതിലേക്ക് ഇതങ്ങോട്ട് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ 1ാം പാല് നാളികേരത്തിൻ്റെ അത് ഇതിലേക്ക് ഒഴിക്കുക. 2ാം പാല് നമ്മൾ ഫസ്റ്റ് കുക്കറിൽ ചേർത്തു. ഇനി 1ാം പാല് ഇതിലേക്ക് ഒഴിക്കുക. നല്ല കട്ടി പാലായിരിക്കണം കേട്ടോ. അധികം വെള്ളം ചേർക്കാണ്ട് 1ാം പാൽ എടുത്തോളാം. ഒരു 1/2-3 ഗ്ലാസ് മതി. നല്ലപോലെ തീ കത്തിക്കുക. നന്നായി തിളക്കിൻ്റെ വീണ്ടും മൂടി നന്നായി തീ കത്തിക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. വീണ്ടും മൂടില്ല. ഇനി തീ സിമ്മിലിട്ടാൽ മതി കേട്ടോ. വല്ലാണ്ട് കത്തിക്കണ്ട. കുറച്ച് നേരം കൂടി നമുക്ക് അടച്ചിടണം. ഇനി നമുക്ക് തുറന്നിട്ട് ആക്കിയാൽ മതി കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി തീ വേണമെങ്കിൽ തീ നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കത്തിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി ഇത് കണ്ടിടാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. എപ്പോഴും ഇളക്കരുത്. ആട്ടിറച്ചി വാങ്ങിക്കാനായിട്ട് സാധനം ഉല്ലൂർക്കാണ് പോണ്ടി വരാം. ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല. അപ്പോൾ നല്ല ആട്ടിറച്ചി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നെല്ലിക്കുന്ന്, തൃശ്ശൂരിൽ നിന്ന് ഒരു 3-3.5 കിലോമീറ്റർ വരെ ഇങ്ങോട്ട് നെല്ലിക്കുന്നിലാണ് അവിടെ ആട്ടിറച്ചി നല്ലത് കിട്ടാമെന്ന് പറഞ്ഞ് കേട്ടു. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു 10-25 പേര് ആട്ടിറച്ചി വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. ആളുകൾക്ക് ബെഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരിക്കാണ്ട്. കുറേ പേര് ഇരിക്കുന്നുണ്ട്, വയസ്സായവരൊക്കെ ഇരിക്കുന്നുണ്ട്, കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ചെന്നു, ആരും തന്നെ ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ വാങ്ങിക്കണ്ടേ. അപ്പോൾ ആരും ഒന്നും ചോദിക്കില്ല. എല്ലാവരും ഇങ്ങനെ ഒരു നിർവികാര പരബ്രഹ്മങ്ങളെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തിരികെ നിന്നു. അപ്പോൾ ഈ ഇറച്ചി വെട്ടുന്ന ആൾ ഒരു അപ്പനും മോനാന്ന് തോന്നുന്നു. അതിലത്തെ ഒരാൾ ഇങ്ങനെ ആടിനെ ഇങ്ങനെയുണ്ട് തൊലി ഉരിച്ച് ഇങ്ങനെയുണ്ട് വരിയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ആടിനെ എടുത്തു. ഇയാൾ ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിടയ്ക്ക് 1 കിലോ അങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അവരാരും ഒന്നും മൈൻഡില്ല, ആരും ഒന്നും നമ്മളെ ശ്രദ്ധിക്കുന്ന പോലില്ല. ഞാൻ മാത്രം ഇങ്ങനെ അക്ഷമനായിട്ട് നിൽക്കുക. അതിനൊരു 10-20 മിനിറ്റ് കഴിഞ്ഞു. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാളെങ്ങനെ ഈ ആടിനെ അങ്ങോട്ട് വെട്ടി കൂട്ടി കഷ്ണങ്ങളാക്കി ഇങ്ങനെ കൂമ്പാരായി. ഒരു 10-12 കിലോ ആ ത്രാസുണ്ട്. ആ ത്രാസിന് അങ്ങോട്ട് തൂക്കം ആയി. അത് കഴിഞ്ഞിട്ട് ഈ ആദ്യം വന്നവർക്ക് ഇയാൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് അതിനാണ് കൊടുക്കുന്നത്. അതായത് ആർക്കും പക്ഷഭേദം കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഗതി കാണുന്നത്. ചിലപ്പോൾ പല സ്ഥലങ്ങളുണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ഒരു സംഗതി ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ നമ്മൾ ഇറച്ചി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ അവരാളുകൾക്കൊക്കെ നല്ലത് കിട്ടും. ആദ്യമായിട്ട് വാങ്ങിക്കാൻ പോകുന്നവർക്കൊക്കെ എല്ലുമുട്ടി കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100-150 ഗ്രാം എല്ല് വരെ കിട്ടുന്ന ആളുകളുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുരുമുളക് പൊടി. നമ്മുടെ ഇതിൻ്റെ അവസാന നിമിഷമായിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആട്ടിറച്ചി ഫ്രൈ റെഡിയായി. ഇതിൽ ഉപ്പിട്ടുണ്ട്, എന്നാലും ഞാൻ ടേസ്റ്റിന് ഞാൻ കഴിക്കാത്തതുകൊണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അതൊരു വെറൈറ്റി സാധനമാണ്. നമ്മൾ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. വളരെ സിമ്പിളായിട്ടുള്ള വെപ്പാണ്, വളരെ ഈസിയാണ്. പക്ഷേ ഇത്തിരി സമയം പിടിക്കും മാത്രം. ഒരു 1 മണിക്കൂർ 10 മിനിറ്റ് എങ്ങനെയും വരും ഇത് വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.